കോഴിക്കോട്ട് നിപ്പ സാഹചര്യമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയാണ്. നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ICMR, NIE പ്രതിനിധികളാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു. മന്ത്രിയുമായി കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും. മുഹമ്മദ് ഷഹീദുണ്ട്. ഷഹീദ്, വിവരങ്ങൾ ആരെല്ലാമാണ് എത്തിയത്? രതീഷ്, കേന്ദ്ര സംഘം പ്രത്യേകിച്ചും ICMR-ന്റെയും NIE, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡോമോളജി, ഈ നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സംഘമാണ് എത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി അവിടെ മെഡിക്കൽ കോളേജിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് കലക്ട്രേറ്റ് നിപ്പ കൺട്രോൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കോഴിക്കോട് ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ കേന്ദ്ര സംഘത്തിൽപ്പെട്ട ആളുകളും അവർ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർ നടപടികൾ, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, പ്രത്യേകിച്ചും തുടർച്ചയായി കോഴിക്കോട് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സംഘത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവർ ഇവിടെ വന്നിരുന്നു. ഇവർ എവിടേക്ക് ഏതൊക്കെ മേഖലകളിൽ പോകും, എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും എന്നുള്ളതാണ്. അതിനിടെയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത രീതിയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ താളപ്പിഴവുണ്ടായി, ഏകോപനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി രാവിലെ രംഗത്ത് വന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ബേപ്പൂർ MLA മുഹമ്മദ് റിയാസും രംഗത്ത് വന്നു. നിപ്പ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം അത് പ്രശ്നത്തിലാണ്. ഒപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രതിപക്ഷം രംഗത്ത് വരുന്ന സാഹചര്യം. പക്ഷേ മന്ത്രി AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അത്തരമൊരു വീഴ്ച ഉണ്ടായിട്ടില്ല, ഏകോപനം സുഗമമായി നടക്കുന്നു. ആരോഗ്യമന്ത്രി ഇതുവരെ കോഴിക്കോട് എത്തിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മുൻകാലങ്ങളിൽ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത്, മറ്റു മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അതുണ്ടായില്ല. പക്ഷേ അങ്ങനെ മന്ത്രി ക്യാമ്പ് ചെയ്ത്, ഇവിടെ കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട സാഹചര്യമില്ല. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നാളെ ആരോഗ്യമന്ത്രി K മുരളീധരൻ കോഴിക്കോട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര സംഘം എത്തി. ഇപ്പോൾ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ യോഗം പൂർത്തിയായി. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘം എത്തി അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും. ഇനി എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം ഇവർ ഇന്നത്തെ ഇപ്പോൾ നടക്കുന്ന യോഗത്തിന് ശേഷം യോഗത്തിലായിരിക്കും എടുക്കുക. രതീഷ്.